Hi all, good morning. Welcome to Afa's Wellness. ശരിക്കും ടൈപ്പ് അഫാസ് വെൽനെസിന്റെ പ്രോഗ്രാം ആണ്. അപ്പോ ഫസ്റ്റ് ബാച്ച് ഇന്റേൺഷിപ്പ് ഓൾമോസ്റ്റ് കഴിയാറായി നമ്മൾ ഓൺലൈനില്. സത്യം പറയുകയാണെങ്കിൽ ഓഫ്ലൈനായിട്ട് ഒരു 25 ബാച്ചസോളം ഇപ്പം നടന്നുകൊണ്ട്, ഐ മീൻ 25th ബാച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയതാണ്. പക്ഷെ എപ്പോഴും നേരിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദൂരെയുള്ള സ്റ്റുഡൻസ്, അതുപോലെ കുഞ്ഞുങ്ങളുള്ള സ്റ്റുഡൻസ്, അതുപോലെ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ഒത്തിരി പേര് നമ്മളോട് ഇങ്ങനെ എന്താ ചെയ്യാ മാം എന്നാൽ അവർക്കൊക്കെ പഠിക്കാൻ നല്ല ഇഷ്ടമുണ്ട്. അപ്പൊ അവരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ഓൺലൈൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഒരു ബാച്ച് ഒരു പരീക്ഷണാർത്ഥം സ്റ്റാർട്ട് ചെയ്തതാണെന്ന് തന്നെ പറയാട്ടോ. എനിക്ക് എത്രത്തോളം അത് സക്സസ്ഫുൾ ആവും എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഹോണസ്റ്റ് ആയിട്ട് പറയാണ്. ബട്ട് നല്ല അടിപൊളിയായിട്ട് ആ ഓൺലൈൻ ഇന്റേൺഷിപ്പ് പോയി. ലൈക്ക് അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഇപ്പൊ ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇറ്റ് വെന്റ് വെരി വെൽ. നന്നായിട്ട് തന്നെ പോയി. നമുക്ക് അതായത് ഓഫ്ലൈനിൽ അതേ ഒരു കോണ്ടെന്റ്സ് കൊടുക്കാൻ വേണ്ടി പറ്റി, ഓഫ്ലൈനിൽ കൊടുക്കുന്ന പോലെയുള്ള പല കാര്യങ്ങളും ഈവൻ നമ്മൾ ടെസ്റ്റിക്ക് പോലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് അടുത്തൊരു ബാച്ച് നമ്മൾ എയർ ചെയ്യാൻ തീരുമാനിക്കുകയും ഇപ്പം ഓൾമോസ്റ്റ് കുറച്ച് സീറ്റ്സ് ഒക്കെ ഫിൽ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് സീറ്റ്സും കൂടിയൊക്കെ ബാക്കിയുള്ളത്. എങ്ങനെയാണ് ഇത് പോവാന്നൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ കൂടിയാണിത്. അപ്പൊ എന്താണ് ഇന്റേൺഷിപ്പ്, ഏത് കാലം തൊട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ഓരോ സൈക്കോളജി വിദ്യാർത്ഥിയുടെയും ഡൗട്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്റേൺഷിപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. ആസ് യു നോ, സൈക്കോളജിക്ക് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് അല്ലെ. വെറും ക്ലിനിക്കലും കൗൺസിലിംഗിലും ഒതുങ്ങി നിൽക്കുന്നതല്ല സൈക്കോളജി. ഓർഗനൈസേഷണൽ ബിഹേവിയറും സ്കൂൾ സൈക്കോളജിയും എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാഞ്ചസ് നമുക്കുണ്ട്. പക്ഷെ അതിൽ തന്നെ മെയിൻ ആയിട്ട് നിൽക്കുന്ന രണ്ടെണ്ണമാണ് ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി. അതായത് മനുഷ്യരെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. അതായത് സിംറ്റമാറ്റിക് ആയിട്ട് വരുന്നവരോ ഒരു പ്രശ്നവുമായിട്ട് വരുന്നവരെയോ നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് നമ്മൾ ഈ പുസ്തകത്തിലുള്ള ഒരു കാര്യവുമല്ല നമ്മൾ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇസ് വെരി ഡിഫറെന്റ്. അപ്പോ നമ്മളത് ശരിക്കും വക്കീലന്മാരെ പോലെ തന്നെയാണ് കേട്ടോ. അവരിപ്പോ എത്ര എന്താ വലിയ മാർക്കിൽ പാസ്സായി എന്ന് പറഞ്ഞാലും അവർ ചെയ്യുക ഒരു സീനിയർ വക്കീലിന്റെ അടുത്ത് പോയി നിന്ന് ജോലി പഠിച്ചിട്ട് അവർ സ്വന്തമായിട്ട് പ്രാക്ടീസ് ഇതിലേക്ക് ഇറങ്ങാം. അത് തന്നെയാണ് നമ്മുടെ കാര്യം. അതായത് ഒറ്റയ്ക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിന് ഒരു സൂപ്പർവിഷൻ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന്. ഞാൻ പറയും ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതലാണ് ഒരു ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ നമ്മൾ തേർഡ് ഇയർ വരെ ഈ പേപ്പർ നമ്മൾ എന്തിനു പഠിക്കുന്നു, ഇത് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് മനസ്സിലാക്കാം. ഡിഗ്രി എന്ന് പറയുമ്പോൾ ബേസിക്സ് ടു അഡ്വാൻസ്. പക്ഷെ നിങ്ങൾ പി ജി ഇപ്പൊ രണ്ട് കൂട്ടർ കൂടി ഞാൻ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. പി ജി കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം മുതൽ നമ്മൾ രണ്ടായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഓൺലൈൻ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ പി ജി കഴിഞ്ഞവരാണെങ്കിൽ കുറച്ചുകൂടെ ട്രീറ്റ്മെന്റ് ബേസ്ഡില്, അതായത് എങ്ങനെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. പി ജി കഴിഞ്ഞവർക്കാണല്ലോ നമുക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നാണ് എന്റെ ടൈപ്പ് ഇന്റേൺഷിപ്പിനെ കൊണ്ടുള്ള മെയിൻ എന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും കവേർഡ് ആണ്. അത് ബേസിക് ആയിട്ടുള്ള കൗൺസിലിംഗ് സ്കില്ല് മുതൽ. അപ്പൊ നമ്മൾ ഇപ്പം പി ജിക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു പേപ്പർ കൗൺസിലിംഗ് പഠിക്കാറുണ്ട്. അതിൽ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലിംഗ്, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ തിയറി പഠിക്കുന്നുണ്ട്. ഇത് ഈ റൂമിലേക്ക് വരുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം. അതായത് ഒരു പേഷ്യന്റ് ഈ റൂമിലേക്ക് കടന്ന് വരുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് തുടങ്ങുന്നുണ്ട് നമ്മുടെ ജോലി. അത് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുന്നത് കഴിഞ്ഞിട്ട് തീരുന്നില്ല. ചില ആളുകളൊക്കെ നമ്മളോട് വെറുതെ സംസാരിച്ചിരിക്കാൻ ഇത്രയും പൈസയാണോ? ഒരിക്കലും വെറുതെ സംസാരിച്ചിരിക്കല്ല. നമ്മള് കൃത്യമായിട്ടും അവരുടെ കേസ് എടുക്കുന്നുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ കേസ് കോൺസെപ്ച്വലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്താണ് ഫർദർ ആയിട്ട് ചെയ്യേണ്ടത് ഇന്റർവെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വെരി എന്താ പറയാ സ്ട്രക്ചേർഡ് പ്രോസസ് ആണ്. അപ്പം ഏത് സൈക്കോതെറാപ്പി എടുക്കുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചേർഡ് പ്രോസസ് ഉണ്ട്. ഇപ്പൊ എന്നോട് കുറെ പേര് എന്നിട്ട് മാം വേക്കൻസി ഉണ്ടോ നിങ്ങളുടെ ക്ലിനിക്കിൽ എന്നൊക്കെ പി ജി കഴിഞ്ഞവരാണ്. അപ്പൊ പി ജി കഴിഞ്ഞവരാണെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏത് തെറാപ്പിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തത് എന്നാണ്.
പലരും പറയും ഇല്ല ഞങ്ങൾ തെറാപ്പി ഒന്നും അങ്ങനെ പഠിച്ചില്ല, ചിലർ പറയും 5 days കോഴ്സിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യമേ ഞാൻ പറയാം, ഞാൻ ഇവിടെ ഒരാളെ പോലും അക്കാഡമിക്സ് പെർഫോമൻസ് കണ്ടിട്ട് നിയമിച്ചിട്ടില്ല. അതായത് നിങ്ങൾ PG പാസ്സായിരിക്കണം മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ മാനദണ്ഡമുള്ളൂ. അത് നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് വാങ്ങണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര മാർക്ക് ഉണ്ടായിരിക്കണമെന്നോ ആ മാർക്ക് കൊണ്ട് ഈ ഒരു ഫീൽഡിൽ ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ കോളേജ് പഠിപ്പിക്കാൻ പോയപ്പോ നിങ്ങളെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ നോക്കുമായിരുന്നു. നിങ്ങൾക്ക് ഈ ലീഗ് ഷെയർ ചെയ്യാട്ടോ. അക്കാഡമിക്സ് കൊണ്ടേക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഗുണമാക്കാം, പക്ഷെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ നോക്കുക സ്കില്ലാണ്, അല്ലെങ്കിൽ ആൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ. ആൻഡ് സ്കില്ലിന് ഒരു പ്രത്യേകതയുണ്ട്, ഡെവലപ്പ് ചെയ്യാം. അതായത് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വേണ്ട. ഒന്ന് ശ്രദ്ധിക്കുക, കേട്ടിരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടോ. കൗൺസിലിംഗ് സൈക്കോളജി ആണെങ്കിൽ അത് മസ്റ്റാണ്. കേട്ടിരിക്കാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ. കേട്ടിരിക്കാന്ന് വെച്ചാൽ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി. കാരണം എന്റെ ഇത്രയും കാലത്ത് അനുഭവത്തിൽ നിന്ന് കണക്കിന് കേസുകൾ എടുത്തൊരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, കേട്ടിരിക്കുക മാത്രമല്ല ഇൻവെസ്റ്റിഗേറ്റീവ് മെന്റാലിറ്റി വേണം. അതായത് ഒരു പാഷൻ ഇതിന് നിർബന്ധമാണ്. അതായത് നമ്മൾ കളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഇറങ്ങുന്നത് മനുഷ്യ മനസ്സിനെ പഠിക്കാനാണ്. മനുഷ്യ മനസ്സ് നിഗൂഢമാണ്. നമ്മൾ ആദ്യം പഠിക്കണം. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്റെ തന്നെ സ്റ്റുഡൻസ് പലരും എന്റെ പേഷ്യൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പം ഡിഗ്രി സ്റ്റുഡൻസും PG കഴിഞ്ഞവരൊക്കെ എന്റെ പേഷ്യൻസ് ആയിട്ട് വരാറുണ്ട്. മനുഷ്യനാണ്, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മാം എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലല്ലേ, എനിക്ക് ഈ ഒരു പണി ആപ്റ്റാണോ? ഞാൻ ചോദിക്കും, ക്യാൻസർ വന്ന ഓങ്കോളജിസ്റ്റ് ഇല്ലേ? പനി വരുന്ന ഫിസിഷ്യൻസ് ഇല്ലേ? അതായത് നമുക്ക് പ്രശ്നം ഉള്ളോ, പ്രശ്നത്തിൽ ഇരിക്കെ ഈ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നല്ല. ഒരു പ്രശ്നം വന്ന് നമ്മളതിന് പരിഹാരം കണ്ട ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. മനുഷ്യനാണ്, മനുഷ്യന് മനസ്സാണ്. നമ്മൾ ഓരോരുത്തരും പല ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിന്റെ പിടിയിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വരാം. പക്ഷേ അതിനർത്ഥം നിങ്ങൾ ഈ പണിക്ക് ആപ്റ്റല്ല എന്നല്ല. ഓക്കെ, ആർക്കാണെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ ഈ ഒരു ജോലി ചെയ്യും. എനിക്ക് സൈക്കോളജിനോട് ഇത്രയും ഒരു എന്നെ അറിയുന്നവർക്കറിയാം പ്രണയവും ഇഷ്ടവും തോന്നാനുള്ള കാരണം എനിക്ക് എന്നെ കുറെ മനസ്സിലാക്കാൻ പറ്റി, എന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് വരുന്നവരെ മാറ്റിയെടുക്കാനും, വരുന്നവർക്ക് ഒരു ആശ്വാസം കൊടുക്കാനും, അല്ലെങ്കിൽ വരുന്നവർക്ക് ഭയങ്കര എന്താ പറയാ ചില ആളുകൾക്ക് ഭയങ്കര സന്തോഷം കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റും. അതിന് പാഷൻ ആദ്യം വേണം. അതായത് ഫസ്റ്റ് കുറച്ച് കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയവരോടും ഇറങ്ങാൻ പോകുന്നവരാണ് ഫസ്റ്റ് കുറച്ച് കാലഘട്ടത്തിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മറന്ന് ഈ പണി എനിക്ക് പഠിക്കണം എന്നൊരു മനസ്സ് വെക്കണം. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ഉയരങ്ങളിലേക്ക് പോകും, ഒരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം പിന്നെ PG വരെ പഠിച്ചില്ല അല്ലെങ്കിൽ UG വരെ കഴിഞ്ഞ ജോലി എന്ന് വെച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് എത്താൻ പറ്റില്ല. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന മനുഷ്യ മനസ്സിനെയാണ്. ഒരു പേഷ്യന്റ് ഇവിടെ വന്ന് അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച മതി അയാൾക്ക് ഉറക്കം ശരിയാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ജോലിക്ക് ആപ്റ്റല്ല. പക്ഷെ അത് പഠിച്ചെടുക്കാവുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് മനുഷ്യ മനസ്സിനെ എങ്ങനെ പ്രാക്ടിക്കലി കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ഇഗ്നോ സ്റ്റുഡൻസിനാണെങ്കിൽ ഓക്കെ ഫൈൻ, കാരണം സൈക്കോസ്റ്റൈലുള്ള ഇഗ്നോ സ്റ്റുഡൻസിന് നമ്മൾ ആ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഐ എം എ പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്. പക്ഷെ റെഗുലർ കോളേജസിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ടീച്ചേഴ്സ് ആണ്. അവിടെ നമുക്ക് എന്തുണ്ട്, പരിമിതികളുണ്ട്. ബിക്കോസ് അവർ പ്രാക്ടീസിങ് ആയിരിക്കില്ല. സോ ആ പ്രാക്ടിക്കൽ വശം ഒരു പേഷ്യന്റിനെ കാണാത്ത ഒരാൾക്ക് ഒരു പേഷ്യന്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാൻ പറ്റൂല. ഇത്രയും അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്കത് പറ്റുന്നത്. ടൈപ്പ് ഇന്റേൺഷിപ്പ് ഇൻ സൈക്കോളജി എസെൻഷ്യലിലൂടെ നമ്മളൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. അതില് ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആർട്ട് തെറാപ്പി ചില ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമാണ് ആർട്ട് തെറാപ്പി. നമ്മുടെ പുതിയ സൈക്കോളജിസ്റ്റ് ലക്ഷ്മി പ്രിയ വിൽ ബി ഡീലിംഗ് ആർട്ട് തെറാപ്പി. ആർട്ട് തെറാപ്പിയുടെ ഒരു സെഷൻ കൂടെ. കാരണം കുറച്ച് ആളുകൾക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടം, ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുറെ സൈക്കോളജിസ്റ്റ് കൂടുതലുണ്ടാവാം. അവർക്ക് വേണമെങ്കിൽ ആർട്ട് തെറാപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് എ സ്റ്റുഡന്റ്, ഫാത്തിമ റഷീദ് എന്നാണ് പേര്. പുള്ളിക്കാരി MA കഴിഞ്ഞതാട്ടോ, നമ്മുടെ ഇഗ്നോയിൽ MA കഴിഞ്ഞ ആളാണ്.
പുള്ളിക്കാരി ഇപ്പം മൈ PCO സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PCODക്കാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, കുറേ ക്ലാസ് ഒക്കെ. അപ്പം അതിൽ ഞാൻ പുള്ളിക്കാരി ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ആർട്ട് തെറാപ്പിയാണ്. ആൻഡ് ഷീസ് എ ആർട്ടിസ്റ്റ്, നന്നായിട്ട് വരയ്ക്കും, അങ്ങനത്തെ കുറെ കഴിവുകളാണ്. അപ്പം ആ കുട്ടിയുടെ സെഷൻ കഴിഞ്ഞപ്പം, അതായത് എന്റെ സെഷൻ കഴിഞ്ഞിട്ടായിരുന്നു ആ കുട്ടിയുടെ, എന്റെ സെഷന് നല്ല ഫീഡ്ബാക്ക് കിട്ടി. ബട്ട് ആർട്ട് തെറാപ്പിയുടെ സെഷൻ കഴിയുമ്പോൾ ഫീഡ്ബാക്സ് വാസ് ലിറ്ററലി വെരി ഗുഡ്. അതായത് കുറെ പേര് പറഞ്ഞു ഞങ്ങളല്ലാതെ കുറെ നേരം ഇരുന്നു. അവിടെ എന്താ വരച്ചത് ഞാൻ നോക്കുന്ന സമയത്ത്, ഞാൻ സൂം ചെയ്ത് നോക്കിയ സമയത്ത് വലിയ ഭംഗിയുള്ള പിക്ചേഴ്സോ അല്ലെങ്കിൽ പിക്ചേഴ്സിന് കുറെ പ്രാധാന്യം കൊടുത്തിട്ടല്ല, അവിടെ ആർട്ട്, അതായത് കുറെ എന്താ പറയാ, നമ്മുടെ ലൂസായിട്ട് എന്താ പറയാ, ഒരു പട്ടം പോലെ പാറി പറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആർട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഇന്റേൺഷിപ്പ് 25 മുതൽ നമ്മൾ ആർട്ട് തെറാപ്പിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ടീം എന്ന് പറയുന്നത് നമ്മളൊരു 7 പേരടങ്ങുന്ന ടീമാണ്. മെയിൻ ക്ലാസ്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. സൈക്കോളജിസ്റ്റ് മൈത്രേയി ഉണ്ട്, ആഷ്മി ഉണ്ട്, അതുപോലെ തന്നെ ഫാത്തിമ ഷെറിൻ ആൻഡ് ലക്ഷ്മി പ്രിയ. ഇവര് 4 പേരും ഇവിടുത്തെ ഫുൾ ടൈം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഓരോരുത്തരും ഓരോ പേപ്പേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ് PG കഴിയുന്നവർക്ക് കേസ് ഡിസ്കഷൻസ് ആൻഡ് തെറാപ്പി അടക്കമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ അദീബ ഷെറിൻ ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ആണ്. കുട്ടികളുടെ ബിഹേവിയറൽ രോഗങ്ങളും അതെങ്ങനെ ഡീൽ ചെയ്യുന്നതൊക്കെ സ്പെഷ്യലി ഷീ വിൽ ബി ഹാൻഡ്ലിംഗ് ദ പേപ്പർ. ആൻഡ് അഡ്വക്കേറ്റ് അമൃത നമുക്കിവിടെ ഫാമിലി തെറാപ്പി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഫാമിലി തെറാപ്പിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഫാമിലി തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ലോസ് ഏതൊക്കെയാണ്. അതായത് ഇവിടെ ഒരു ഫാമിലി കപ്പിള് വരികയാണെങ്കിൽ അവർക്ക് ആ ലോ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഏത് ലോ ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് വന്നിട്ട്, അടുത്തൊരു കേസിൽ നമ്മൾ കണ്ടു വൈഫിനെ ഭയങ്കരമായിട്ട് തല്ലുന്ന ഹസ്ബൻഡ്. ഞാൻ തല്ലിയിട്ടൊന്നും ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ അവൾ എന്റെ ആയതുകൊണ്ട്, നിങ്ങളതല്ല ആരായാലും നിങ്ങൾക്ക് തല്ലാനുള്ള റൈറ്റ് ഇല്ല, അത് ഇന്ന BNS അണ്ടറിൽ വരുന്നതാണെന്ന് നമുക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ നിയമവശവും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഇതാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നമ്മുടെ ജസ്റ്റ് സിലബസ് നമ്മളൊന്ന് പറഞ്ഞുതരാണ്. ഫൗണ്ടേഷൻ ഓഫ് കൗൺസിലിംഗ് മുതൽ എങ്ങനെയാണ് കേസ് ഹിസ്റ്ററി, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 12 പേജ് അടങ്ങുന്നതാണ് നമ്മുടെ കേസ് ഹിസ്റ്ററി ഫോം. ഇതിന്റെ 12 പേജ് ബേസിക്സ് ആയിട്ടാണ് നമ്മൾ സമ്മറി ചെയ്യുമ്പോൾ എക്സ്ട്രാ ഷീറ്റ്സ് വെക്കുകയാണ്. ഇതിന്റെ ഓരോ ടെർമിനോളജി ഇത് എങ്ങനെയാണ്, അതായത് ഈ സെക്കൻഡ് പേജ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പേജ് പഠിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു ദിവസം ഒരു പേഷ്യന്റ് വന്നാൽ ഫസ്റ്റ് സെഷന് വന്നു കഴിഞ്ഞാൽ പോകുമ്പോഴേക്കും ഈ പേജ് കൃത്യമായിട്ട് പഠിച്ചാൽ അവർക്ക് കേസ് കോൺസെപ്റ്റലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കാത്ത പക്ഷം അവർക്ക് ഒരു മാറ്റവും വരില്ല, അല്ലെങ്കിൽ എന്തിനിവിടെ വന്നു എന്നായിപ്പോ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ കുറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു, കുറെ ഫ്ലക്സ് അടിച്ചു, കുറെ പോസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, ഇവിടെ കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു ഒരു പൂച്ചക്കുട്ടി പോലും വരില്ല. എങ്ങനെയാണ് കൗൺസിലിംഗ് ചെയ്യിക്കുക, അല്ലെങ്കിൽ എത്ര ദൂരത്തു നിന്നാണെങ്കിൽ എങ്ങനെ നമ്മൾ ആളുകൾ കാണാൻ വരും? അപ്പം ഇവിടെ ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് ചെയ്തവർക്ക് ചോദിച്ചാൽ മനസ്സിലാവും, കേസിന് ഒരു പഞ്ഞുമില്ല. ഞാൻ ആകെ 2 കേസ് ഡെയിലി എടുക്കുന്നുണ്ടെങ്കിലും എന്റെ ആ മന്ത് ബുക്ക്ഡ് ആയിരിക്കും. അത്രയും നമുക്ക് കേസ് വരുന്നുണ്ട്. അപ്പം എന്താണ് അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ, മൗത്ത് പബ്ലിസിറ്റി. നമ്മളെടുത്ത് വരുന്ന ഒരു പേഷ്യന്റിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി പോയി പറയും. ഇത് നെഗറ്റീവിലും കാരണമുണ്ട്, നമ്മളെടുത്ത് വന്നിട്ട് ഒരു മാറ്റവും ഇല്ലെങ്കിൽ അവരതും പോയി പറയും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്, ലോകത്ത് മൊത്തം എടുത്താലും ഫസ്റ്റ് സെഷൻ കൊണ്ട് തെറാപ്പി നിർത്തുന്നവരാണ് 50%. തെറാപ്പി എടുക്കുന്ന 100% ആളുകളിൽ 50% ഫസ്റ്റ് സെഷനിൽ തന്നെ നിർത്തുന്നവരാണ്. ആ ബാക്കിയുള്ള 50-ൽ നിന്ന് 75% പേരും ഒരു 6-7 സെഷൻ കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അതായത് വെറും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സെഷൻ എടുക്കാം. അപ്പൊ അങ്ങനെ ഒരു സെക്കൻഡ് സെഷനിലേക്ക് ഒരാൾ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് അവർക്ക് മാറ്റം വരുത്തിയാൽ മാത്രമേ പറ്റുള്ളൂ, പാഷനേറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റും മെന്റൽ ബെനിഫിറ്റും പിന്നെ ഒരു മീനിങ് എന്ന് തോന്നും നമ്മുടെ ലൈഫിന്. സത്യം പറയാണ്, ഒരു മീനിങ് തോന്നും. അതായത് ഞാൻ ഇത് പഠിച്ചിട്ട് ഒരാൾ ഹീലായി എന്ന് പറയുമ്പോൾ യെസ്, വലിയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഫീൽഡിലെത്തി നിങ്ങൾ PG കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിനിക്ക് സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഞാൻ തരാം. ഒരു റൂം കുറച്ച് വലിയ സെറ്റപ്പ് ഒന്നും വേണ്ടാന്ന് എന്റെ ഈ ക്ലിനിക്കോട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ വലിയ ഇന്റീരിയറൊക്കെ ചെയ്ത് വളരെ പോസ്റ്റ് സെറ്റപ്പിലൊന്നും അല്ല ഞാൻ ഇരിക്കുന്നത്.
വളരെ മിനിമലിസ്റ്റിക് ആയിട്ട്, എന്നാൽ എല്ലാ റിക്വയർമെന്റ്സും ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ കേസിന് യാതൊരു മുട്ടുമില്ല. സോ അതാണ് പാഷനേറ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ആ പാഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് തരിക എന്നാണ്. ഓരോ പേഷ്യന്റ് വരുമ്പോഴും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു 12 പേജസിന് ഓരോ ടെക്നിക്കൽ ടേംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്തിനാണ്, ഏതിനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പോയി കഴിഞ്ഞത് ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ പേഷ്യന്റ് വരുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. അതാണ് എന്താ കേസ് ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ MSc മെന്റൽ സ്റ്റാറ്റസ്, അവരുടെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, കൗൺസിലിംഗിന്റെ കേസ് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് സെഷൻ കഴിഞ്ഞാൽ അവർ പോകുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് കേസ് കോൺസെപ്റ്റലൈസ് ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാ സൈക്കോതെറാപ്പീസും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആസ് യു ഓൾ നോ, അതും കൂടെ പറഞ്ഞുതരാം. നമ്മൾ കൊടുക്കുന്നത് സാധാ കൗൺസിലിംഗ് അല്ല, സൈക്കോതെറാപ്പിയാണ്. പലർക്കും ഇപ്പോഴും അതിലൊരു ഡൗട്ട് ഉണ്ടാവും. കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ഈസ് വെരി ഡിഫറെന്റ്. അതായത് ഒരു നിത്യജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നേരിടും. ഫോർ എക്സാമ്പിൾ, അടുത്ത ആഴ്ച എക്സാം വരുന്നു, ഞാൻ ഒരു വസ്തു പഠിച്ചിട്ടില്ല, എക്സാം കഴിഞ്ഞു, ഞാൻ പൊട്ടി. ഇതിലൊക്കെ നമുക്ക് ടെൻഷൻ വരാം. അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ, ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ആയി, അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ട്, വർക്ക് ലോഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. രണ്ടാഴ്ചയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ സൈക്കോതെറാപ്പി വേണം നിർബന്ധമില്ല. കാരണം ഈ ഒരു പ്രശ്നത്തിലൊക്കെ ഇവിടെ കടന്നു പോകും ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് നോർമലി ഉണ്ടാവും. അവിടെ ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുള്ള, അത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ ഒരു ഫ്രണ്ടിന് അത് ചെയ്യാം. ഈവൻ നമ്മൾ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യും. പക്ഷേ ഇതേ വ്യക്തിക്ക് ഒരു 6 മാസമായിട്ട് ഈ പ്രശ്നം തീരുന്നില്ല. ഞാൻ പറയാം, ഇപ്പൊ ടെൻഷനും ആൻസൈറ്റിയും, മേ ബി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ അതിലൂടെ തന്നെ പറയാം. ടെൻഷൻ എന്ന് പറയുന്നത് ഒരു മുന്നിലൊരു കാര്യം വരാനുണ്ട്, അത് ഓർത്തിട്ട് നമ്മൾക്ക് എടുക്കുന്ന ഒരു മെന്റൽ സ്ട്രെസ്സിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. മറ്റന്നാൾ എക്സാം ആണ്, ഇന്നൊരു ടെൻഷൻ, അത് ഒരു സ്ട്രെസ്സാണ്. ഓക്കെ. ആൻസൈറ്റി, എക്സാം കഴിഞ്ഞു, അയ്യോ ഞാൻ നമ്പർ ഇട്ടോ, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് എഴുതിയോ, അല്ലെങ്കിൽ ഞാൻ പാസ്സാവോ, 2-3 ദിവസം ഈ ടെൻഷൻ അല്ല, ആ ഒരു സ്ട്രെസ് ഉണ്ടാവും. അതാണ് ആൻസൈറ്റി. അതായത് ഒരു നടക്കുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന ആ ഒരു സ്ട്രെസ്, പിന്നെ നടന്നു കഴിഞ്ഞിട്ട് അതിനെ ആലോചിച്ച് നമ്മൾ എടുക്കുന്ന സ്ട്രെസ്, ഇതാണ് ടെൻഷൻ. ആൻസൈറ്റി രണ്ടും നോർമലാണ്. പക്ഷെ 3 മാസമായിട്ടും ഈ എഴുതിയ പരീക്ഷയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ട്രെസ് പോകുന്നില്ല. അതിനർത്ഥം എന്താ? അതെവിടെയോ ബുദ്ധിമുട്ടുണ്ട്. അത് ആൻസൈറ്റി ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് പോകെ പോകെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ ആവാം. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, നമ്മളെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഡേ ബൈ ഡേ അത് വഷളായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അതൊരു സിംറ്റമാറ്റിക് ആവുന്നുണ്ട്. അതായത് സിംറ്റംസ് കാണിച്ചു തുടങ്ങാം. അതായത് തലവേദന, പിന്നെ എന്താ പറയാ, തൊണ്ട ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന പോലെ, നെഞ്ചത്തൊരു ഭാരം കയറ്റി വെച്ച പോലെ, അവിടെ സിംറ്റമാറ്റിക് ആയി കഴിഞ്ഞു. അവിടെ കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ എന്താ കൊടുക്കേണ്ടത്? സൈക്കോതെറാപ്പിയാണ്. സൈക്കോതെറാപ്പി എന്താണ്? ട്രീറ്റ്മെന്റ് ആണ്. ഒരുപാട് സൈക്കോതെറാപ്പീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് ഒന്നിലേ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു തെറാപ്പി നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് കയ്യിൽ വെക്കണം. അത് നമ്മൾ കറക്റ്റ് അപ്ലൈ ചെയ്യാനും പഠിക്കണം. ഇത്രയും മതി. അതായത് ബേസിക്സ് ടു അഡ്വാൻസ് കൗൺസിലിംഗ് സ്കില്ല് കഴിഞ്ഞാൽ ഒരു തെറാപ്പിയിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഘട്ടം. ഇതിലാണെങ്കിൽ എല്ലാ സൈക്കോതെറാപ്പീസും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും. പക്ഷേ CBT ആണ് നമ്മളിവിടെ സ്പെഷ്യൽ ആയിട്ട് പഠിപ്പിക്കാം. PG കഴിഞ്ഞവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഡെപ്തിലാണ് നമ്മൾ പഠിപ്പിക്കുക. UG ആണെങ്കിൽ ബേസിക്സ് ഓഫ് CBT ആണ് നമ്മൾ മെയിൻ ആയിട്ടും കൊടുക്കാറുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? ശരിയാണ്, നിങ്ങൾ സൈക്കോപാത്തോളജി, PG-കാരൊക്കെ ആണെങ്കിൽ സൈക്കോപാത്തോളജി എന്നൊരു വിഷയം പഠിക്കുന്നുണ്ട്. ഡിഗ്രിക്കാരാണെങ്കിൽ പിന്നെ അബ്നോർമൽ സൈക്കോളജി എന്നുള്ള പേപ്പറിൽ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ എന്നൊക്കെയുള്ള പേപ്പറെ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുക കേസ് വെച്ചില്ല. കാരണം ഒരാൾ വന്നിട്ട് നമ്മളോട് എനിക്ക് പിന്നെ എന്താ പറയാ പാൽപിറ്റേഷൻ ഉണ്ട്, അരിത്മിയ ഉണ്ട്, ഇതൊന്നും പറയൂല. അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവരുടെ സിംറ്റംസ് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിസോർഡർ ആയിട്ടുണ്ടോ, പിന്നെ കണ്ടീഷൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഈ ഒരു ഏരിയ, അതായത് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് കേസസ് വെച്ചിട്ടാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത്
മെന്റൽ ഹോസ്പിറ്റൽ വിസിറ്റ് ആണ്. അത് ഓൺലൈൻ ആർക്കും നമ്മൾ കൊടുക്കാറുണ്ട്, പറ്റുന്നവർക്കാണ് കേട്ടോ. അതായത് നമ്മൾ പോസ്റ്റിംഗ് ഇടാറുണ്ട്. അപ്പോൾ അതൊരു ദിവസം നമ്മൾ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആവുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വന്നിട്ട് പോസ്റ്റിംഗ് 2-3 ദിവസം ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ എക്സ്പേർട്ട് കേസ് ഡിസ്കഷൻ. ഈ എക്സ്പേർട്ട് കേസ് ഡിസ്കഷൻ ഇസ് മെയിൻലി മെന്റ് ഫോർ PG കംപ്ലീറ്റഡ് സൈക്കോളജിസ്റ്റ്. നമ്മൾ കേസസ് വെച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംഭവമാണ്. പിന്നെ മോക്ക് കേസ് പ്രസന്റേഷൻ ആൻഡ് ദിസ് ഇസ് ഓൾസോ മെന്റ് ഫോർ PG സ്റ്റുഡൻസ്. ബട്ട് യുജിക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് ഒരു കേസ് എടുക്കുക. അപ്പൊ നമ്മൾ മോക്ക് കേസ്, ഒരാളെ രോഗിയാക്കി ഒരാളെ ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ടിരുന്ന കേസ് എങ്ങനെ എടുക്കുക എന്നുള്ളത്. പിന്നെ കരിയേഴ്സ് ആൻഡ് സൈക്കോളജി ഫീൽഡ്സ് നമ്മൾ പരിചയപ്പെടുത്തി തരാറുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇൻ ഡേ ടു ഡേ ലൈഫ്. അതായത് നമ്മൾ ഒരു ക്ലിനിക്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഡിപ്രഷൻ അളക്കാൻ നമ്മൾ പഠിക്കണം, ആൻസൈറ്റി അളക്കാൻ നമ്മൾ പഠിക്കണം, ADHD അളക്കാൻ നമ്മൾ പഠിക്കണം, IQ അളക്കാൻ നമ്മൾ പഠിക്കണം. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ്. ഇപ്പം വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പറയുകയാണെങ്കിൽ ഞാൻ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ബ്രോഷർ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. എല്ലാ കാര്യങ്ങളും അതിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ്. ഇനി വൈറ്റ് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഉള്ളവരെല്ലാവരും എക്സ്പേർട്സ് ആണ്, കാരണം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ലേണിംഗ് ഡയറക്ട്ലി ഫ്രം എക്സ്പേർട്സ് ഹു ആർ പാഷനേറ്റ് അബൌട്ട് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് സൈക്കോളജി. അത് ഞാൻ ഉറപ്പായിരുന്നു. ഇവിടെയുള്ള ഓരോരുത്തരും പാഷനേറ്റ് ആയിട്ട് പണി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മടുക്കാതെ സൈക്കോളജി പഠിക്കാം. പിന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. തിയററ്റിക്കൽ നോളജ് പ്രാക്ടിക്കലി എവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളടുത്തൊരു പേഷ്യന്റ് വന്നിട്ട് പറയാണ് അയാൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ്, അതായത് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആണ്, ലിംഗം ഉദ്ധരിക്കാത്ത അവസ്ഥ, അതായത് പെനീസ് ഇറക്റ്റ് ആവാത്ത അവസ്ഥ. ആ ആള് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓർഗാനിക് ആണോ ഇനോർഗാനിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം. എന്നാൽ മാത്രമാണ് നമുക്ക് തെറാപ്പി കൊടുക്കാം. എന്താണ് ഓർഗാനിക്, എന്താണ് ഇനോർഗാനിക്. അതായത് ശരീരത്തിന്റെ പ്രശ്നം കൊണ്ടും ഈ ഒരു അവസ്ഥ സംഭവിക്കാം. അതായത് ശാരീരികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം എന്ത് ചെയ്യാം, പെനീസിന് ഉദ്ധാരണ ശേഷി സംഭവിക്കാം, ഇല്ലാതെ ആവും. അത് നമ്മളെ കൊണ്ട് കൂടില്ല. അപ്പൊ നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഇറക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇറക്ഷൻ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സീൻ കാണുമ്പോൾ ഇറക്ഷൻ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇറക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഇനോർഗാനിക്കാ, ശരീരത്തിൽ ഒരു പ്രശ്നവുമില്ല, മനസ്സിന് എന്തോ പ്രശ്നം കാരണമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഓരോന്നും, അതായത് ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് അത് ഓർഗാനിക് ആണോ, അതായത് ശരീരത്തിന്റെ പ്രശ്നം കൊണ്ടാണോ മനസ്സിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഇപ്പൊ എന്റെ അടുത്തൊരു പേഷ്യന്റ് വന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ഇവിടെ എന്തോ ചൊവ വരുന്നു എന്നാണ്, എന്തോ ഒരു ടേസ്റ്റ് വരുന്നു, ഛർദ്ദിക്കുന്നതിനൊക്കെ പോലെ ടേസ്റ്റ് എന്നാണ്. അപ്പോ ഞാൻ ആ കുട്ടിയുടെ കേസ് കംപ്ലീറ്റ്ലി എടുത്ത സമയത്ത് ഒരു മാനസിക രോഗം വരാനുള്ള വൾണറബിലിറ്റി അല്ലെങ്കിൽ മാനസിക പ്രശ്നം, ശരിക്കും അതൊരു ഹാലുസിനേഷൻ ആവാട്ടോ, ചാൻസസ് അത് സൈക്കോസൊമാറ്റിക്സ് ആവാം. അതായത് ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ നമ്മളെ ഭാഷയിൽ പറയും, ഇല്ലാത്ത ചോ നമുക്ക് ഇത് തോന്നാം, അല്ലെങ്കിൽ അത് സൈക്കോസൊമാറ്റിക്സ്, അതായത് ശരീരത്തിന്റെ പ്രശ്നം കാരണം മനസ്സിൽ എന്തെങ്കിലും രോഗം വരാം, മനസ്സിന്റെ പ്രശ്നം കാരണം ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ വരാം. ഇത് രണ്ടുമാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മാനസിക പ്രശ്നം വരാൻ മാത്രമുള്ള വൾണറബിലിറ്റി കുട്ടിക്കില്ല. ഞാൻ കുട്ടിയുടെ പാരന്റ്സിനോട് സംസാരിക്കുന്നു, ബാക്കിയെല്ലാവരും സംസാരിക്കുന്നു. ഞാൻ ആ കുട്ടിക്ക് വാവാസന ഫീൽ ചെയ്തിട്ട് ഞാനൊരു ഡോക്ടറെ അയാളെ പറഞ്ഞു അയച്ചു, ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞയച്ചു. അവിടെ ഈ വാവാസന വരാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ബട്ട് ഷീ ഈസ് ഫീലിംഗ് ദിസ്. അപ്പോ എനിക്ക് അവര് നോക്കുന്ന സമയത്ത് അവര് ഈ ഒരു കാര്യം കൊണ്ട് CT സ്കാൻ എടുത്തിട്ടുണ്ട്, അൾട്രാസൗണ്ട്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് റീസെന്റ് ഒരു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻഡോസ്കോപ്പി. എനിക്ക് ഇതേപോലെ തന്നെ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു, എനിക്ക് ഒരു കുഴപ്പമില്ല, ബട്ട് ഐ ഹാവ് എ സ്റ്റൊമക് പെയിൻ. അപ്പൊ അവസാനം ഒരു ഡോക്ടർ നമുക്ക് എൻഡോസ്കോപ്പി കൂടി ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു. ആൻഡ് നീഡഡ് ആൻ എൻഡോസ്കോപ്പി ആൻഡ് ഫൈൻഡ് ഔട്ട് ഐ ആം ഹാവിംഗ് എ സ്മോൾ ഹൈറ്റസ് ഹെർണിയ. ഹെർണിയ എന്നൊരു കണ്ടീഷൻ. അപ്പം ഈ ഇവിടെ ഭക്ഷണം പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരാതിരിക്കാനൊരു വാൽവ് ഉണ്ട്, ആ വാൽവ് ലൂസ് ആയി പോകുന്ന അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. എനിക്കത് സ്മോൾ ഹൈറ്റസ് ആണ്. ഞാൻ കുട്ടീനെ കൊണ്ട് നമുക്ക് എൻഡോസ്കോപ്പി കൂടെ ഒന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൊണ്ട് കൺസൾട്ട് ചെയ്യിച്ച് എൻഡോസ്കോപ്പി ചെയ്തു. എനിക്ക് സ്മോൾ ഹൈറ്റസ് ഹെർണിയാണ്, അപ്പോസിന് ലാർജ് ഹൈറ്റസ് ഹെർണിയാണ്. അതായത് ഈ വാൽവ് നല്ല ലൂസാണ്. അതുകൊണ്ട് എന്താണ് ദഹനരസങ്ങളൊക്കെ പുറത്തോട്ട് വരിക. അപ്പൊ അതുകൊണ്ടാണ് ഈ ഛർദ്ദിച്ച ചൊവ്വ, അല്ലെങ്കിൽ കാരണം ദഹനരസങ്ങൾ പുറത്തോട്ട് പോകും. ഇവിടെ ഫീൽ ചെയ്യുന്നത് മൗത്തിലേക്ക് വരുന്നില്ല, ഇവിടെ ഫീൽ ചെയ്യും. ഇവിടെയും വി ഹാവ് ടേസ്റ്റ് ബഡ്സ് ഇൻ എപ്പിഗ്ലോട്ടിസ് ടു, സോ ഷീ ഹാസ് എ ടേസ്റ്റ് ഫീൽ ഹിയർ. അതുകൊണ്ട് ആ കുട്ടി എന്തോരം ബുദ്ധിമുട്ടി.
അപ്പോ നമുക്കത് ശരീരത്തിന്റെ പ്രശ്നമാണോ മനസ്സിന്റെ പ്രശ്നമാണോ? ഫോർ എക്സാമ്പിൾ തൈറോയിഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഇറ്റ്സ് വെരി കണക്റ്റഡ് ടു ആൻസൈറ്റി. അപ്പൊ നമ്മളിവിടെ എത്ര തെറാപ്പി കൊടുത്താലും തൈറോയിഡ് അണ്ടർ കൺട്രോൾ അല്ലെങ്കിൽ ആൻസൈറ്റി മാറില്ല. സോ നമ്മൾ അവിടെ തൈറോയിഡ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറയണം. അപ്പൊ ഇങ്ങനെ ഇതാണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് ഈ തിയററ്റിക്കൽ നോളജ് പ്രാക്ടിക്കലി എങ്ങനെ റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാമെന്നാണ് നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ ടൈലേർഡ് ഫോർ ഫ്യൂച്ചർ സൈക്കോളജിസ്റ്റ് കംപ്ലീറ്റ്ലി. കാരണം ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് എനിക്ക് കിട്ടാതായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ലൈക്ക് ഞാൻ എൻ്റെ ഈ ഒരു പാഷനേറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരിട്ട സ്ട്രഗിൾസ് എനിക്ക് വരുന്ന ഫ്യൂച്ചർ സൈക്കോളജിസ്റ്റ് നേരിടരുത് എന്നൊരു ഉദ്ദേശത്തിലാണ്. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഞാനിവിടെ മെഡിസിൻസ് പഠിപ്പിക്കാറുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയ പേഷ്യൻസിനെ കാണേണ്ടി വരും. അപ്പൊ മിക്ക സൈക്കാട്രിസ്റ്റും ചിലതൊക്കെ അവര് വെറും സിംറ്റംസ് നോക്കിയിട്ട് മെഡിസിൻസ് കൊടുത്തതൊക്കെ ആയിരിക്കും. സോ ഈ മെഡിസിൻ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് മെഡിസിൻ ഒന്നും അറിയില്ല, ഇത് എന്തിനാണ് ഇവർ കൊടുത്തത്. ചിലപ്പോൾ ആ ഷീറ്റിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇവർ തമ്മിൽ എന്താ കമ്മ്യൂണിക്കേറ്റ് ഒന്നും അറിയില്ല. ചില മെഡിസിനെ പറ്റി നമ്മൾ ഭയങ്കര ഇതിപ്പോ എന്തിനാക്കി കൊടുത്തു എന്നുള്ള ഡൗട്ട്സ് വരാം. അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ മെഡിസിൻ കൂടെ പഠിക്കണം എന്ന് വിചാരിക്കുന്നത്. അത് ഇത് എന്താണ്, ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ എന്തൊക്കെ വരാം, അല്ലെങ്കിൽ ഇതിന് കോമൺ ആയിട്ടുള്ള പിന്നെ എന്താണ് വിഡ്രോവൽ സിംറ്റംസ്. കാരണം ചില ആളുകൾ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് സൈക്കാട്രിക് മെഡിസിൻസ് കുറെ കാലം കഴിച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇനി അതാണോ എന്ന് നോക്കാനൊക്കെ കൂടെ വേണ്ടിയിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് ഞാൻ ഈ മെഡിസിനെ പറ്റി പഠിച്ചു. കംപ്ലീറ്റ് ആന്റി ഡിപ്രസൻസിന്റെ ആന്റി സൈക്കോട്ടിക്സിന് ഞാൻ കുത്തിയിരുന്ന് ഒരു ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിട്ട് ഇരുന്ന് പഠിച്ചു. ഇപ്പൊ ഞാനതിന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് അപ്പോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ നേടിയ കുറെ കാര്യങ്ങളുണ്ട്. അത് കംപ്ലീറ്റ്ലി, കാരണം ഫസ്റ്റ് ടൈപ്പ് ഇന്റേൺഷിപ്പിൽ വന്ന സിലബസും ഇപ്പോഴത്തെ സിലബസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അത് ആഡ് ചെയ്തു. എന്താ ആഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങൾ വർക്കിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോ പ്രോഗ്രാമിന്റെ ഫീച്ചേഴ്സ് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ആണ്, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ്, മോർ പ്രസന്റേഷൻസ് ഉണ്ട്, കരിയർ റെഡിനെസ്. അത് കരിയർ റെഡിനെസ് ഫോർ PG കംപ്ലീറ്റഡ് സ്റ്റുഡൻസ്. പിന്നെ സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റേൺഷിപ്പ് റിപ്പോർട്ട്. നമ്മളിവിടെ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് എഴുതിപ്പിക്കാറുണ്ട്. ഒന്നിനു വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ടൈപ്പ് ഓൺലൈൻ കഴിഞ്ഞ ബാച്ചിലുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫസ്റ്റ് സെഷൻ, ഐ മീൻ ഫസ്റ്റ് ഓൺലൈൻ ഇന്റേൺഷിപ്പിനുള്ള ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല എന്നുള്ളത് തോന്നുന്നു. അപ്പൊ അവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓൺലൈൻ ആണെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. എനി ഡൗട്ട്സ്? നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം കേട്ടോ. നമ്മള് 1 month ആണ് ഇന്റേൺഷിപ്പ് പറയുന്നത്. ബട്ട് അത് 1 month സർട്ടിഫിക്കറ്റിലാണ് ഉണ്ടാവുക. 1 month കൊണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും ഡെയിലി ഒരു 1.5 hours ചിലപ്പോൾ 2 hours ഒക്കെ ആയിരിക്കും സെഷൻ ഉണ്ടായിരിക്കുക. സോ ഇറ്റ് ഗോസ് ബിയോണ്ട് 1 month. ബട്ട് വി വിൽ മേക്ക് ഷുവർ എവറി കണ്ടന്റ് ഇസ് ഓക്കെ. ഷെഫ പറഞ്ഞു. ഷെഫ നമ്മുടെ സ്റ്റുഡന്റ് ആണ്. ഷെഫ, ക്യാൻ യു ടൈപ്പ് ദ എക്സ്പീരിയൻസ് ഓഫ് ഓൺലൈൻ ഇന്റേൺഷിപ്പ്? ഒരാളാണുള്ളത്, ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100% ഷെഫിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100% എന്റെ ഓൺലൈൻ ഇന്റേൺഷിപ്പ് ഉള്ള സ്റ്റുഡൻസ് സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതായത് കേസസ് വെച്ചിട്ടാണ് ഓരോന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ കോൺഫിഡൻറ്റ് ഓഫ്ലൈൻ ആയിട്ട് വരാൻ പറ്റാത്തവർക്ക് ഇറ്റ് വിൽ ബി വെരി എന്താ പറയാ ഗുഡ് ഓപ്ഷൻ. ആൻഡ് ഈ തവണ മുതൽ നമ്മൾ PG കാർക്ക് വേറെ, ഡിഗ്രിക്കാർക്ക് വേറെ, അതായത് കോമൺ ആയിട്ടുള്ളത് കോമൺ ആയിട്ട്, PG കാർക്ക് കുറെ കൂടെ കേസ് ഡിസ്കഷൻസിന്റെ ആവശ്യകത ഉണ്ടതിനെ കൊണ്ട് രണ്ടായിട്ടാണ് ചെയ്യുന്നത്. അതായത് PG കംപ്ലീറ്റഡ് ആയിട്ടവർക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ 2 സെഷൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രാവശ്യം മുതൽ നമ്മൾ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അതായത് കുറെ ക്ലാസ്സസ് കോമൺ ആണ്, ഡിഗ്രി ലെവലിൽ മുതൽ അറിയുന്ന കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ PG കാർക്ക് പറയുമ്പോഴായിട്ട് കുറച്ചുകൂടെ അതായത് PG ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. PG കംപ്ലീറ്റ് ആയവർക്ക് നമ്മൾ 6 മാസം സൂപ്പർവിഷൻ കോഴ്സസ് അടക്കം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പാക്കേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണോ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. Am I audible? Yes. Okay. അപ്പോ
ഇന്ന് നമ്മൾ ചെറിയ ടോപ്പിക് എടുക്കുകയാണ്. കാരണം നിങ്ങൾ സെഷൻ പ്രതീക്ഷിച്ചു വന്നാണ്. ഇത്രയും നേരം പറഞ്ഞ ഞാൻ പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ്. സെഷൻ കൂടെ പറയണം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും കേട്ടോ. ഇപ്പൊ ആരാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത്, ആരാണ് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകേണ്ടത് എന്നൊക്കെ ഒരു ഡൗട്ട്സ് ഇപ്പോഴും ആളുകളുടെ ഇടയിലുണ്ട്. അപ്പൊ നിങ്ങളോട് വന്ന് ചോദിക്കുന്നത് സൈക്യാട്രി ചോദിക്കുമ്പോൾ നമുക്ക് മാനസിക രോഗങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. നോക്കിക്കേ, സൈക്കോസിസ് ആൻഡ് ന്യൂറോസിസ്. ഇത് അറിഞ്ഞാൽ മാത്രമാണ് വൈ സൈക്കോളജിസ്റ്റ് വൈ സൈക്യാട്രിസ്റ്റ് എന്ന് മനസ്സിലാവുന്നത്. അതായത് ന്യൂറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയാലിറ്റിയുമായിട്ട് ടച്ച് ഇരിക്കെ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അതായത് ഞാൻ ആഫ അബ്ദുൽ നാഫിയാണ്, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, എനിക്ക് എന്നെ പറ്റി എല്ലാം അറിയാം, എനിക്ക് ധാരണയുണ്ട്. എന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഓക്കെ അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ട്, എന്റെ മക്കളെ കാര്യം ആലോചിച്ച് ആൻസൈറ്റി ഉണ്ട്, ചില സമയത്ത് ഞാൻ മക്കളെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്, അത് കാരണം എനിക്ക് ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ന്യൂറോസിസ് ആണ്. അതായത് നമ്മൾ ആരാണെന്നും നമ്മളെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതേ സമയത്ത് എന്തില്ല, നമുക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥയെയാണ് നമ്മൾ ന്യൂറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് കണ്ടീഷനെയാണ് നമ്മൾ ന്യൂറോസിസ് എന്ന് പറയുന്നത്. ഈ മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആയിട്ടുള്ള ന്യൂറോസിസിന് സൈക്കോതെറാപ്പി മാത്രം മതി. മോഡറേറ്റ് സിവിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ സൈക്യാട്രിക് കൺസൾട്ടേഷൻ പറയാ. അതർവൈസ് മൈൽഡ് ടു മോഡറേറ്റ് എന്ത് മാത്രം മതി, സൈക്കോതെറാപ്പി മാത്രം മതി. നേരെ മറിച്ച് സൈക്കോസിസ് എന്ന അവസ്ഥ റിയാലിറ്റിയുമായിട്ടുള്ള നമ്മളെ ബന്ധം കട്ടായി പോകുന്ന ഒരവസ്ഥ. നമുക്ക് നമ്മളെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ മരിച്ചു അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള പേടിക്ക് ബാത്റൂമിൽ പോലും പോകാതിരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരാളാണെന്ന് ഞാൻ പറയാണ്. അവിടെ റിയാലിറ്റി കട്ടായി പോവാണ്. ആ അവസ്ഥ സൈക്കോസിസ് ആണ്. അവിടെ ഒരിക്കലും എന്തുകൊണ്ട് കാര്യമില്ല, തെറാപ്പി കൊണ്ട് മാത്രം കാര്യമില്ല. അവിടെയും എന്ത് വേണം, സൈക്കോതെറാപ്പി. മാനസിക രോഗത്തിന് എല്ലാത്തിനും സൈക്കോതെറാപ്പി വേണം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, മാനസിക രോഗം ഏതും ആയിക്കോട്ടെ അവിടെ സൈക്കോതെറാപ്പി വേണം. മരുന്ന് കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ വൈ മെഡിസിൻ? ഞാൻ പറഞ്ഞല്ലോ, ഹോർമോൺ വരും, ഇത് മെഡിസിൻ വേണം. അതേസമയം തെറാപ്പിയും കൂടെ കൊടുക്കുമ്പോൾ മാത്രമാണ് ആള് കംപ്ലീറ്റ്ലി റിക്കവർ ആവുന്നത്. ഇപ്പം എന്റെ അടുത്തൊരു ക്ലയന്റ് കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഒരു ആൺകുട്ടിയാണ്, കൊണ്ടുവന്നു കരഞ്ഞോണ്ടിരിക്കുക, ഞാൻ മരിച്ചു പോകും, ഉമ്മ മരിച്ചു പോകും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആള്. അപ്പൊ അവർക്കാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക, ചില ആൾക്കാർക്ക് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക, മെഡിസിൻ കഴിക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടില്ല. മാം എന്തെങ്കിലും ചെയ്ത് മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ആൾക്ക് എന്നോട് എന്ത് പറയാൻ പറ്റുന്നില്ല, ആൾക്ക് ആളെ പറ്റി പറയാതെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. വളരെയായിട്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇമ്പൾസ് കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, മരുന്നൊന്നും ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും റെഡിയാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിത് തോന്നുന്നത് ആള് കുറെ കാലം, എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ 9 മാസമായിട്ട് ആൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷെ അത് ആൾക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു റിയാലിറ്റി ആയിട്ട് ഇൻടച്ചുള്ള കണ്ടീഷനിലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് 2 ദിവസം നോക്കാം. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്, അപ്പൊ ഞാൻ ഉറങ്ങാനൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ചില തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, 2 ദിവസം നോക്കാം, എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരുള്ളൂ. ചിലപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല, മെഡിസിൻസ് തന്നെ വേണ്ടി വരും. അപ്പൊ ഫാമിലിക്ക് ഞാൻ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തു. ഞാൻ പിറ്റേ ദിവസം കഴിച്ചു നോക്കുന്ന സമയത്ത് ആൾ ഓക്കെ അല്ല, അത് ചെറിയ മാറ്റങ്ങളുണ്ട്, ബട്ട് ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നാളെ കൊണ്ടുവന്നോളൂ. അർജന്റ് ആയിട്ട് കൊണ്ടുവന്നു അവര്. അന്ന് ഞാൻ ആളെ റെഫർ ചെയ്തു, സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ടു. ആൻഡ് സൈക്യാട്രിസ്റ്റ് എനിക്ക് റെഫറൽ അയച്ചത് കൊണ്ട് എനിക്ക് മറുപടി പറഞ്ഞു, സൈക്കോട്ടിക്സ് ആയിട്ടുണ്ട്, മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 3 ആഴ്ച കഴിഞ്ഞ് ഇമ്പൾസ് ഒക്കെ കൺട്രോൾ ആയി, ആൾ ഓക്കെ ആയി വന്നിട്ട് നമുക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം യാദർശികമായിട്ട് ആളെ പുറത്തു വെച്ച് കണ്ടു. അപ്പൊ ആൾ ഓക്കെ ആയിട്ടുണ്ട്. കാരണം ആ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് പോയത്. അപ്പൊ ഞാൻ അടുത്ത സെഷനിൽ പോയപ്പോ ചോദിക്കാൻ പറഞ്ഞു, തെറാപ്പി തുടങ്ങി. ഇപ്പൊ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇനി ഇപ്പൊ വീണ്ടും ഇമോഷൻസ് അണ്ടർ കൺട്രോൾ ആയി. അപ്പൊ അതിനനുസരിച്ച് മെഡിസിൻസ് പോയി, അതൊന്ന് കൺട്രോൾ ആയി. അയാളെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റണം. ഞാൻ എവിടെയാണോ അയാൾ സ്റ്റക്ക് ആയിരിക്കുന്നത് അയാളെ കൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റണം. അങ്ങനെ മാത്രമേ എനിക്ക് തെറാപ്പി കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യണം, മരുന്ന് പതുക്കെ കുറയ്ക്കുക, തെറാപ്പി കൂട്ടുക. ഇതാണ് ശരിക്കും ഒരു
ഒത്തിരി പേരുടെ മരുന്ന് നിർത്താൻ അവർക്ക് ഹെൽപ്പ് ആയിട്ടുണ്ട്. തെറാപ്പി കൊടുത്തിട്ട് എന്നെ മരുന്ന് നിർത്തിച്ചിട്ടുണ്ട്. ആ സ്റ്റോറീസും ആ കേസ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം. അപ്പൊ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സൈക്കോസിസ് ആൻഡ് ന്യൂറോസിസ് ആർ ടു ഡിസ്റ്റിങ്ക്റ്റ് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ദാറ്റ് എഫക്ട് മെന്റൽ ഹെൽത്ത് ഡിഫറെന്റ്ലി. വൈൽ ന്യൂറോസിസ് ഇൻവോൾവ്സ് ഇമോഷണൽ ഡിസ്ട്രസ് വിത്തൗട്ട് ലൂസിങ് ടച്ച് വിത്ത് റിയാലിറ്റി. കണ്ടോ, ഇവിടെ ന്യൂറോസിസ് എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ടാവും, പക്ഷെ റിയാലിറ്റിയുമായിട്ടുള്ള ടച്ച് വിട്ട് പോയിട്ടുണ്ടാവില്ല. അതായത് ആ ഒരു സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടായിട്ടില്ല, അല്ലെ, റിയാലിറ്റിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ psychosis is a severe disorder that results in a significant break from reality. Understanding key different diagnosing analysis ാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അതായത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യണം, അത് റെഫർ ചെയ്ത് വിടണം. അപ്പൊ സൈക്കോസിസ് എന്താണ്, റിയാലിറ്റിയുമായിട്ട് ടച്ച് ആൾക്ക് വിട്ടുപോയിട്ടുണ്ടാവും. അതേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ റിയാലിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ന്യൂറോസിസ് ആണ്. മൈൽഡ് ടു മോഡറേറ്റ് ന്യൂറോസിസിന് നമുക്ക് എന്ത് മതി, തെറാപ്പി മാത്രം മതി, നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് സൈക്കോസിസ് ആണെങ്കിൽ അവരൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ട്രീറ്റ് ചെയ്യാം. ഇപ്പൊ സൈക്കാട്രിസ്റ്റ് മെഡിസിൻ കൊടുക്കുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ത് കൊടുക്കും, തെറാപ്പി കൊടുക്കും. ഇനി ഇൻ കേസ് സിവിയർ ആകുമ്പോൾ ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ അവിടെ സൈക്കാട്രിക് നേഴ്സ് ഉണ്ടാവും, സൈക്കാട്രിക് സോഷ്യൽ വർക്കറും ഉണ്ടാവും. ഈ 4 പേരും കൂടിയാണ് ട്രീറ്റ് ചെയ്യുക. ന്യൂറോസിസ് മൈൽഡ് ടു മോഡറേറ്റ് ആണെങ്കിൽ നമ്മൾ മാത്രം മതി നമുക്കൊരു വരാനും അതിലൂടെ അവർക്ക് കംപ്ലീറ്റ് റിക്കവറി കൊടുക്കാനും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് റിക്കവറി. ഇപ്പൊ CBT ഒക്കെ ഒരു 4-5 സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഭയങ്കരമായിട്ട് ഓക്കെ ആവും. ആൻഡ് പിന്നീട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവർക്ക് സ്വയം ഹാൻഡിൽ ചെയ്യാനുള്ള ഘട്ടവും ആക്കിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർ. ചിലവരൊക്കെ പകുതി വെച്ചൊക്കെ നിർത്തിപ്പോവും. അവർ പിന്നീട് നമ്മളെ അടുത്തേക്ക് അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ആക്കി കൊടുക്കാറുണ്ട്. ആദ്യം അറിയണം സൈക്കോസിസ് എന്താണ്, ന്യൂറോസിസ് എന്താണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണ് ന്യൂറോസിസ്. അവിടെ റിയാലിറ്റിയുമായിട്ട് ടച്ച് ഉണ്ടായിരിക്കും. അതായത് ആൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ആൾക്ക് റിയാലിറ്റി ഒന്നും പോയില്ല, എല്ലാം അറിയാം. ആളുടെ പ്രശ്നങ്ങൾ അയാൾക്ക് പറഞ്ഞു തരാൻ അറിയാം. ഇയാൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ. നേരെ മറിച്ച് സൈക്കോസിസ് ഇതൊന്നും ഉണ്ടായിരിക്കില്ല. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഭയങ്കരമായിട്ട് റിയാലിറ്റിയുമായിട്ട് ടച്ച് വിട്ടു പോയിട്ടുണ്ടാവാം. ഇനി ഇതൊക്കെ തുടക്കത്തിൽ ഒരിക്കലും സൈക്കോസിസ് ഒരു ദിവസം കൊണ്ട് വരൂല, പതുക്കെ പതുക്കെ തുടങ്ങി സിവിയർ ആയിട്ട് മാറുന്നതാണ്. സോ തുടക്ക സമയത്ത് തന്നെ ഇതിനൊക്കെ ഒരു ചികിത്സ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട്. പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ട് മനസ്സിലാവുന്ന കാര്യം ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതിലൂടെ നിങ്ങൾക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? So we have a complete structure. ഈ സൈക്കോസിസ് ന്യൂറോസിസ് മുതൽ നമ്മൾ അങ്ങനെ തുടങ്ങുക ചെയ്യാം. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? എനി ഡൗട്ട്സ്? നെക്സ്റ്റ് സെഷൻ ബാച്ച് മോസ്റ്റ് പ്രോബബ്ലി മൺഡേ ഓർ ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇതാണ് ഓൺലൈൻ ഇന്റേൺഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓഫ്ലൈനിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടാവുന്ന അതിന്റെ മാക്സിമം തരാതെ മാക്സിമം തരാൻ നമ്മൾ നോക്കും. റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആകും. അതായത് നമ്മൾ കംപ്ലീറ്റ് റെക്കോർഡ് സെഷൻസ് ആപ്പിൽ അവൈലബിൾ ആക്കും. ഇത് വേണമെങ്കിൽ ഞാൻ പബ്ലിക് ആക്കിയേക്കാം. ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിക് ആക്കി. ഓക്കെ ആണല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് മീ. ഞാൻ എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ക്ലിനിക്കിലെ നമ്പറും കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ ക്ലിനിക്കിലെ നമ്പറാണ്. കോൺടാക്ട് ചെയ്യുക. ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ യു. ഓക്കെ ആണല്ലോ? അപ്പോ
Hope the class was productive and informative. അടുത്ത സെഷനുമായി വീണ്ടും നമ്മൾ കാണാം. Signing off. Bye. Take care. Doubts ഇല്ലാന്ന് വിചാരിക്കും.